അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ കോൾഡ് മീറ്റ് 2023 ഈ സിനിമ റിലീസായിരിക്കുന്നത്. സിനിമയുടെ തുടക്കം ഡേവിഡ് എന്ന് പറയുന്ന ഒരാൾ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അന്ന് രാത്രി നല്ല കനത്ത മഞ്ഞ് വീഴ്ചയും ഉണ്ടായിരുന്നു. അതിനാൽ ഗവൺമെൻറ് റോഡിലൂടെ വണ്ടി ഓടിച്ചിറങ്ങരുതെന്നുള്ള ഒരു നിർദ്ദേശ ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരെ കഴിഞ്ഞ് ഡേവിഡ് അന്ന എന്ന് പറയുന്ന യുവതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുകയാണ്. അവൻ ഓർഡർ ചെയ്ത ആഹാരം കൊടുത്തതിന് ശേഷം അന്നയുടെ മൊബൈലിൽ ഒരുപാട് കോൾ വരികയും അറ്റൻഡ് ചെയ്തതിന് ശേഷം മാനസികമായി പരിഭ്രാന്തിയാവുകയും ചെയ്യുന്നു. ഇതെല്ലാം ഡേവിഡ് അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം അന്നയെ കോൾ ചെയ്ത ആള് അവിടേക്ക് വന്ന് അവളുടെ ഹോട്ടലിൽ കയറുകയാണ്. ഈ മനുഷ്യൻ അന്നയുടെ മുൻ ഭർത്താവായിരുന്നു. അദ്ദേഹം അന്നയോട് എൻ്റെ മകളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. പക്ഷേ ഇയാള് മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു. അതിനാൽ മകളെ കാണുന്നതിൽ കോടതി ഇയാളെ വിലക്കിയിട്ടുണ്ട്. ഈ ഒരു സമയം ഡേവിഡ് അദ്ദേഹത്തിനോട് കയറി സംസാരിക്കുമ്പോൾ നീ ഇതിൽ ഇടപെടേണ്ട, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ് അദ്ദേഹം ഡേവിഡിനോട് ചാടിക്കയറുന്നു. അപ്പോഴേക്കും ഡേവിഡ് അദ്ദേഹത്തിനോട് നിനക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഞാനുമായി വഴക്ക് കൂടി ജയിലിൽ പോവാം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ പോയി ഡ്രഗ്സൊക്കെ ഉപേക്ഷിച്ച് നല്ലവനായി മകളെ കാണാൻ കോടതിയിൽ പോയി വിലക്ക് നോട്ടീസ് മാറ്റാമെന്ന് പറയുന്നു. ഇത് കേട്ടതും അദ്ദേഹം ഡേവിഡിനെ തുറിച്ചു നോക്കി അവിടെ നിന്നും ദേഷ്യത്തിലിറങ്ങിപ്പോയി. ഡേവിഡിന്റെ സംസാര രീതിയെല്ലാം അന്നയ്ക്ക് ഇഷ്ടപ്പെടുകയാണ്. ശേഷം അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കുന്നു. ഡേവിഡ് കല്യാണം കഴിച്ചവനാണ്. ആ കാര്യം അന്നയോട് പറഞ്ഞ് വിവാഹമോതിരം ഡേവിഡ് കാണിച്ചു കൊടുക്കുന്നു. തുടർന്ന് ഡേവിഡ് തിരിച്ചു പോവാൻ കാറിൽ വരികയാണ്. അന്നയുടെ ഭർത്താവ് ദേഷ്യം കൊണ്ട് ഡേവിഡിന്റെ കാറിന്റെ ഒരു കണ്ണാടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് ഡേവിഡ് യാത്ര തുടങ്ങുകയാണ്. ആ സമയത്ത് കനത്ത നല്ല മഞ്ഞ് വീഴ്ചയും കൊടുങ്കാറ്റും ഉണ്ടായിരുന്നു. തുടർന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി ഡേവിഡ് പമ്പിൽ കയറുകയാണ്. ആ ഒരു സമയത്ത് അതുവഴി കടന്നുപോയ അന്നയുടെ ഭർത്താവ് ഡേവിഡിനെ കാണാനിടയാകുന്നു. അങ്ങനെ നേരത്തെ എല്ലാ വാശിയും കൂടെ ചേർത്ത് ഡേവിഡിനെ ഇടിച്ച് തൊലയ്ക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഒരു പോലീസ് വണ്ടി വരികയാണ്. അതിനാൽ അവൻ അവിടെ മറഞ്ഞു നിന്നിട്ട് ഡേവിഡ് കാറുമെടുത്ത് ഇറങ്ങിയപ്പോൾ അവനും തൊട്ടു പിന്നാലെ പിന്തുടർന്നു പോകുന്നു. കുറച്ചു നേരത്തിന് ശേഷം തന്നെ അന്നയുടെ ഭർത്താവ് പിന്തുടരുന്നുണ്ടെന്ന് ഡേവിഡിന് മനസ്സിലാവുകയാണ്. അതോടെ ഡേവിഡ് വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മുമ്പിൽ ചെന്നിട്ട് ഒരു ഇടവഴിയിൽ വണ്ടി കയറ്റി ഒളിച്ചിരിക്കുന്നു. പിന്നാലെ പാഞ്ഞു വന്ന അന്നയുടെ ഭർത്താവ് ഡേവിഡിനെ കാണാതെ അതുവഴി കടന്നു പോവുകയാണ്. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഇനി അയാൾ എന്നെ കണ്ടാൽ പിടിച്ച് ഉപദ്രവിക്കുമോ എന്ന തോന്നലുകൊണ്ട് ഇനിയുള്ള യാത്ര മറ്റേതെങ്കിലും വഴി പോകാമെന്ന് കരുതി ഡേവിഡ് കാട്ടുപാതയിലൂടെ ഉള്ള ഒരു വിജനമായ പ്രദേശത്തു കൂടി വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നു. ആ റോഡ് ഒരുപാട് ചറുക്കലുണ്ടായിരുന്നു. പോരാത്തതിന് കനത്ത മഞ്ഞ് വീഴ്ചയും. നിർഭാഗ്യവശാൽ വണ്ടി സ്ലിപ്പായി മഞ്ഞിലേക്ക് ഇടിച്ച് കയറുകയാണ്. വണ്ടി തിരിച്ച് റോഡിലോട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അങ്ങനെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ നോക്കിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ്. ശേഷം അവൻ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഹീറ്റർ ഓണാക്കി തണുത്ത് മരവിച്ച കൈയും ദേഹവുമെല്ലാം ചൂടാക്കുന്നു. ആ പ്രദേശത്ത് മൊബൈലിൽ സിഗ്നൽ ഉണ്ടായിരുന്നില്ല. ഇനി ആരെങ്കിലും ഇവിടെ വരുന്നത് വരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായതോടെ ചാർജ് തീർന്നു പോകാതിരിക്കാൻ വണ്ടിയുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പ്രതീക്ഷയോടെ ഡേവിഡ് അകത്തിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുകയാണ്. മഞ്ഞ് വീഴ്ചയ്ക്ക് ഒരു കുറവുമില്ല. ആ സമയം ഏതോ ഒരു വന്യമൃഗം കിടന്ന് അലറുന്നത് ഡേവിഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവനാണെങ്കിൽ പേടിച്ച് വിരണ്ട് അകത്ത് തന്നെ ഇരിക്കുന്നു. ഇനിയും ഇവിടെ കിടന്നാൽ കാർ മുഴുവൻ മഞ്ഞ് മൂടി പോകുമെന്ന് മനസ്സിലായതോടെ അവൻ പുറത്തേക്കിറങ്ങി ബൈനോക്കുലേറ്ററിൽ നോക്കുമ്പോൾ ദൂരെയായി പുക ഉയരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവിടെ ആരെങ്കിലുമൊക്കെ കാണുമെന്ന പ്രതീക്ഷയിൽ സഹായത്തിനായി അങ്ങോട്ടേക്ക് പോകാൻ ഡേവിഡ് തീരുമാനിക്കുന്നു. അതിനു മുന്നേ ഡേവിഡ് വണ്ടിയുടെ ഡിക്കി തുറന്ന് നോക്കുകയാണ്. അതിനകത്ത് ഹോട്ടൽ ഉടമയായ അന്നയെ ഇവൻ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടുന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് പുക ഉയരുന്ന ദിശ നോക്കി ഡേവിഡ് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ തക്കത്തിന് അന്ന സ്പീക്കർ ഇരിക്കുന്ന ഭാഗം പൊളിച്ച് എങ്ങനെയൊക്കെയോ കാറിനകത്ത് കൂടെ കയറി പുറത്തേക്കിറങ്ങി ജീവനം കൊണ്ട് ഓടുകയാണ്. പക്ഷേ അതിതീവ്രമായ മഞ്ഞ് വീഴ്ച കാരണം തണുപ്പ് താങ്ങാനാവാതെ ഇനി വീണ്ടും മുന്നോട്ട് ഓടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അന്ന തിരിച്ച് കാറിലേക്ക് വന്നിരിക്കുന്നു. ഇതേ സമയം ഡേവിഡ് സഹായത്തിനായി പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി ഒരു കുഴിയിൽ കാൽ തെന്നി വീണ് കാൽ ഒടിയാനിടയാവുന്നു. വേദന കടിച്ചമർത്തി ഇഴഞ്ഞു നീങ്ങി ഡേവിഡ് കാറിനരികെ വരികയാണ്. ഇവിടെ അന്ന രക്ഷിക്കായി എന്തെങ്കിലുമൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ടേപ്പും തന്നെ മയക്കാൻ ഉപയോഗിച്ച ഒരു ക്ലോറോഫോമും അവൾക്ക് കിട്ടുന്നു. ഒടുവിൽ കാറിനകത്ത് ഡേവിഡ് കയറുകയാണ്. ശേഷം കാല് മരുന്ന് വെച്ച് കെട്ടിവെക്കുന്നു.
തൻ്റെ വണ്ടിക്കകത്ത് ആരോ ഒരാൾ കയറിയെന്നും അത് അന്ന ആയിരിക്കുമെന്ന് മനസ്സിലായതോടെ കത്തിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും അന്ന ക്ലോറോഫോം ഉപയോഗിച്ച് ഡേവിഡിനെ ബോധം കെടുത്തുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡേവിഡ് ഒരു ചത്ത വലിയ മൃഗത്തിൻ്റെ അടുത്തിരിക്കുന്നത് ഭീതിയോടെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. അന്ന ടേപ്പ് കൊണ്ട് ഡേവിഡിനെ ബന്ധിച്ചിട്ടുണ്ട്. തുടർന്ന് കത്തി കാണിച്ച് നീ എന്തിനെന്നെ പിടിച്ചുകൊണ്ട് വന്നു, എന്നെ കാണാത്ത വിവരം അവർ പോലീസിൽ അറിയിക്കുമെന്ന് പറയുമ്പോൾ നിന്റെ മൊബൈൽ ഞാൻ കളഞ്ഞുവെന്നും നിന്റെ അമ്മയ്ക്ക് ഞാൻ നീ മുൻ ഭർത്താവിനോടൊപ്പം പോയിരിക്കുന്നു എന്നുള്ള മെസ്സേജും അയച്ചുവെന്ന് പറയുന്നു. ഡേവിഡിന്റെ ഫോൺ അവൾ എടുത്തെങ്കിലും റേഞ്ച് ഇല്ലാത്തതിനാൽ ഒരു പ്രയോജനവും അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അന്ന ഡേവിഡിന്റെ പേഴ്സ് പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ പേരുകളുള്ള ഡേവിഡിന്റെ ഐഡികൾ കാണുന്നു. സ്ഥിരമായ ഒരു ഐഡി അവനുണ്ടായിരുന്നില്ല. അതോടെ ഡേവിഡ് ഒരു കള്ളനാണ് എന്ന് അന്നയ്ക്ക് മനസ്സിലായി. ശേഷം അന്ന ഉറങ്ങാൻ വേണ്ടി ഡേവിഡിനെ വീണ്ടും ബോധം കെടുത്തുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം മയക്കത്തിൽ ഡേവിഡ് കണ്ടിരുന്ന സ്വപ്നം വീണ്ടും കണ്ടവൻ ഞെട്ടി ബോധമുണരുന്നു. ശേഷം അന്ന മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തക്കം നോക്കി ഡേവിഡ് ഡോറ് ലോക്ക് ചെയ്യുന്നു. അന്ന ഡിക്കിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ സമയം വലിച്ചെറിഞ്ഞ ഒരു ബേബി സീറ്റ് കാണുകയും അതെടുത്ത് കണ്ണാടി പൊട്ടിച്ച് അകത്ത് കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ദേഷ്യം കൊണ്ട് അവൾ അവനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മനസ്സ് അതിനെ തടസ്സപ്പെടുത്തി. തുടർന്ന് ഡേവിഡിന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അന്നയുടെയും മകളുടെയും കുടുംബത്തിന്റെ ഫോട്ടോസ് എല്ലാം കാണുകയാണ്. അപ്പോഴേക്കും ഡേവിഡ് പറയുകയാണ്, ഞാൻ നിന്റെ ഹോട്ടലിൽ അപ്രതീക്ഷിതമായി വന്നതല്ല, കുറെ നാളുകളായി ഞാൻ നിന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടതും വളരെ ഭീതിയോടെ അന്ന കാറ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒരുപാട് പെൺകുട്ടികളുടെ ഐഡികൾ കിട്ടുകയും ഡേവിഡ് ഒരു സീരിയൽ കില്ലറാണെന്നുള്ള ആ സത്യം ഞെട്ടലോടെ തിരിച്ചറിയുകയും ചെയ്യുന്നു. യുവതികളെ കൊല്ലുന്നത് ഡേവിഡിന് ഒരു വിനോദമായിരുന്നു. താൻ കല്യാണം കഴിച്ചതാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ കയ്യിൽ മോതിരം അണിഞ്ഞിരുന്നത്. നീ എത്ര പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട് എന്ന് അന്ന ചോദിക്കുമ്പോൾ അതെനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആദ്യമായി കൊന്ന യുവതിയെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ കഥ ഡേവിഡ് പറയുകയാണ്. ഒരു നാൾ ഡേവിഡ് കാർ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു യുവതി ലിഫ്റ്റ് ചോദിക്കുകയും അകത്ത് കയറിയതിനു ശേഷം ഡേവിഡിന്റെ സംസാര രീതി ശരിയല്ലാത്തത് കൊണ്ട് ഇപ്പോൾ എനിക്കിവിടെ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡേവിഡ് ആ യുവതിയെ കൊല്ലുകയും ചെയ്തു. ഇതായിരുന്നു ഡേവിഡിന്റെ ആദ്യത്തെ കൊലപാതകം. പിന്നീട് അങ്ങ് എണ്ണിയാൽ ഒതുങ്ങാത്ത കൊലപാതക കഥകൾ അന്നയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് അന്ന കൂടുതൽ ഭയപ്പെടുകയാണ്. അതിനാൽ അവസാനം ടേപ്പ് എടുത്ത് ഡേവിഡിന്റെ വായ ഒട്ടിക്കുന്നു. ആ ഒരു സമയത്ത് വലിയ ശബ്ദത്തോടെ അവരുടെ കാറിന്റെ മുകളിൽ ഏതോ ഒരു ജീവി ചാടിക്കയറുകയാണ്. ആ ജീവിക്ക് മനുഷ്യനോട് സാമ്യമുണ്ടായിരുന്നു. ഇത് കണ്ട് ഡേവിഡ് ആകെ പേടിച്ചു പോവുകയാണ്. തുടർന്ന് കാറിലെ ഹോൺ അടിച്ച് അന്ന ആ ജീവിയെ തൽക്കാലം ഓട്ടിക്കുന്നു. ഇതൊരു സാധാരണ ജീവിയല്ലെന്നും ദുഷ്ടന്മാരെ പിടിക്കാൻ വരുന്ന ഒരു ദുരാത്മാവാണെന്ന് അന്ന ഡേവിഡിനോട് പറഞ്ഞു കൊടുക്കുകയും ഈ ജീവിയുടെ ഇരകൾ ഇതിനെ സ്വപ്നം കാണുമെന്നും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഡേവിഡ് ആകെ ഭീതിപ്പെടുകയാണ്. കാരണം ഡേവിഡ് ആ സ്വപ്നം കണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ഡേവിഡിന്റെ കാറിന്റെ ബാറ്ററി തീരുകയാണ്. അങ്ങനെ ഹീറ്റർ ഓഫാവുകയും ഇരുവർക്കും കടുത്ത തണുപ്പടിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ചിരുന്നാൽ ചൂട് കിട്ടുമെന്ന് മനസ്സിലായി ഇരുവരും അതിജീവനത്തിന് വേണ്ടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. താൻ മരിക്കുമെന്ന് കരുതി തൻ്റെ കാര്യങ്ങളെല്ലാം ഡേവിഡ് അന്നയോട് വെളിപ്പെടുത്തുകയാണ്. ചെറുപ്പത്തിൽ തൻ്റെ അമ്മ തന്നോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത്. സത്യത്തിൽ ഡേവിഡ് ആദ്യമായി കൊന്ന യുവതി അവൻ്റെ അമ്മ തന്നെയായിരുന്നു. അതിനുശേഷം അമ്മയോടുള്ള ദേഷ്യം കാരണമാണ് ബാക്കിയുള്ള സ്ത്രീകളെയെല്ലാം ഞാൻ കൊല്ലുന്നതെന്നും പറയുന്നു. ഇത് കേട്ട് അന്നയും തൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന സമയത്ത് ആ ഒരു സംസാരത്തിനിടയിൽ തന്ത്രപൂർവ്വം കയ്യിലെ കെട്ടഴിച്ച് അന്നയുടെ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ ഡേവിഡ് തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് ഇവിടത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന അന്ന പറഞ്ഞ ആ ജീവി വീണ്ടും വരികയാണ്. എന്നിട്ട് മുമ്പിലത്തെ ഗ്ലാസ് തകർത്ത് ഡേവിഡിനെ പിടികൂടുന്നു. പെട്ടെന്ന് ഡേവിഡ് അന്നയുടെ മേൽവസ്ത്രത്തിൽ പിടികൂടുന്നു. അപ്പോൾ തന്നെ അന്ന മേൽവസ്ത്രം അഴിക്കുകയും ഡേവിഡിന്റെ പിടുത്തം വിടുകയും ആ ജീവി ഡേവിഡിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ ജീവി ഏത് നിമിഷവും തിരിച്ചു വരുമെന്ന പേടിയിൽ അന്ന ഡിക്കിയിൽ കയറി ഒളിക്കുകയാണ്. ആ സമയത്ത് ഭാഗ്യവശാൽ അവിടേക്ക് മഞ്ഞ് നീക്കം ചെയ്യുന്ന ഒരു വണ്ടിക്കാരൻ എത്തുകയാണ്. അദ്ദേഹം ഡേവിഡിന്റെ കാറ് കാണുകയും അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ സൈഡിലായിട്ട് ഡേവിഡിന്റെ ശരീരഭാഗങ്ങൾ കിടക്കുന്നത് കാണുന്നു. കാറിനകത്ത് നോക്കുമ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവസാനം ഡിക്കി തുറന്ന് നോക്കുമ്പോൾ ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ അന്ന അങ്ങനെ കിടക്കുകയാണ്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.